നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം, നമ്മുടെ ഇവിടെ വന്നപ്പോൾ തന്നെ നല്ലൊരു അന്തരീക്ഷം. നോക്കിയേ, ചീവീട് അടിപൊളി. നമ്മൾ സാറിന് കാട്ടിലൊക്കെ പോകുമ്പോൾ, കാട്ടിൻ്റെ അതിർത്തി പോകുമ്പോൾ ഈ സൗണ്ട് കേൾക്കുന്നത്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ടൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ, അദ്ദേഹം വീട്ടിൽ നായുടെ കുര, നമുക്ക് എല്ലാ വീട്ടിലും ഇപ്പോൾ നായ്ക്കളുണ്ട്, ഡോഗിൻ്റെ കുര നന്നായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മുടെ സൗണ്ട് കൂടുന്നതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കുരയ്ക്ക് ഓലയും കൂടുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പാമ്പുകളുടെ ഒരു താഴെ നോക്കില്ല, കണ്ടോ, പാമ്പതിയുള്ള സ്ഥലം. അപ്പോൾ ഇന്ന് രാവിലെ പുള്ളിക്കാരൻ കുറച്ചെടുത്ത് വീട്ടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വന്നപ്പോൾ രണ്ട് കുഞ്ഞനദികൾ ഇങ്ങനെ എഴഞ്ഞു പോയി എന്തോ സാധനം വെച്ചിങ്ങനെ ഇടയിലോട്ട് കയറുന്നത്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മതിൽപ്പൊത്തിനകത്ത് ഒരാൾ ഇറങ്ങി വന്നിട്ട് തിരിച്ച് അങ്ങ് കയറിയുന്നുണ്ട്. വലിയ ആ ഒരു മൂർഖനായിരുന്നു. അപ്പോൾ അവർ ആ മതിലൊക്കെ അങ്ങ് സിമ്മനിട്ട് പോയിൻ്റ് ചെയ്ത് അടച്ചു, ക്ലീൻ ചെയ്തു. പക്ഷേ എന്നിട്ടും ഇന്ന് രണ്ട് മൂർഖൻ കുഞ്ഞതികളെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സമയം കളയണ്ട, നമുക്ക് വേണ്ടി അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യണം, നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. അതിനുശേഷം ഇത് എവിടെയാണ് അതിഥിയെ കണ്ടു എന്നൊക്കെ അറിയാമല്ലോ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മൂർഖൻ കുഞ്ഞുങ്ങൾ വിരിയുന്ന സമയമാണ്, അണലി പ്രസവിച്ച് കുഞ്ഞുങ്ങളുണ്ടാവുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് പോകാൻ നമ്മുടെ അതിഥികളെ സ്ഥലത്തേക്ക് പരിചയപ്പെടാം. നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ഗ്രഹനാഥനെ. നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ. എന്താ പേര്? രാജേന്ദ്രൻ. എന്ത് ചെയ്യുന്നു? കടയോ? എന്ത് കടയാ? ഇതെവിടെയാ കണ്ടെന്ന് പറഞ്ഞേ? ഇതിനകത്തോ? ഓ, ആ സമയത്ത് മാമയുടെ ഉണ്ട്, അങ്ങോട്ട് ഇണ്ടും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കണ്ട സ്ഥലം അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ ആണ്, ഇതിൻ്റെ ഇടയിലാണ് കണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ഒരു കരിയില പോലും നമ്മൾ കിണ്ടി നോക്കേണ്ട സമയത്ത്, കുഞ്ഞുങ്ങളെ ഇപ്പോൾ കാണുന്ന സമയത്ത് അടിപൊളി. ഇതാണ്ടോ, നോക്കി എന്താ അടിപൊളിയായിട്ടിരിക്കുന്നു. നോക്കി, ഇവന് ഇത്രയും സ്ഥലം മതി. കണ്ടോ, ചെറിയൊരു മൂർഖൻ. കണ്ടോ, മൂർഖൻ്റെ പുള്ളിക്കാരൻ കണ്ടത് പുള്ളി പറയുകയും ചെയ്തു, മൂർഖനാണോ സംശയം, എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ കണ്ടോ അടിപൊളി. ഇതാ ഈ പേപ്പറിനകത്ത് ഇങ്ങനെ ഒട്ടി മടങ്ങിയിരുന്നു. കണ്ടോ, അപ്പോൾ അവർക്ക് ഇത് കണ്ട കിടന്ന പുള്ളി അറിയത്തില്ല. നോക്കി, ഇതാ ചെറിയ മൂർഖൻ്റെ കുഞ്ഞ് രണ്ടെണ്ണം കണ്ടു എന്നാണ് പുള്ളി പറഞ്ഞത്. നോക്കി, ഇതാ അടിപൊളി. കണ്ടോ കണ്ടോ, ചെറിയ ഒരാഴ്ച 2 ആഴ്ചയ്ക്ക് അകത്തുള്ള പ്രായമേ വരുള്ളൂ. പുള്ളിക്കാൻ 2 ആഴ്ചയ്ക്ക് മുന്നേ ഇവിടെ മൂർഖൻ അതിഥിയെ കണ്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ മുഴുവനും, എനിക്കൊന്ന് ഇവിടെ മുഴുവനും നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മളിത് കടിച്ചാൽ അപകടം ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്താ പറയുക, പലരും പറയാനുണ്ട് ചെറിയ മൂർഖൻ വലുതിനേക്കാളും അപകടമായിരുന്നു. ഒരിക്കലുമില്ല. ചെറിയ മൂർഖൻ വലിയ പാമ്പിൻ്റെ ഒരു 100-1 അംശം പോലും വനമുള്ളതല്ല. ഇതൊന്നും കടിച്ചും പറഞ്ഞ് നമുക്ക് മരണം സംഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും ചിലപ്പോൾ ചില കേസുകളിൽ ആൾക്കാർക്ക് മരുന്നിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും നമുക്കൊരു ബക്കറ്റ്, ഒരു വലിയ ബക്കറ്റ് ഇതാ വന്നു, ഇതിനകത്താണ് ഇരുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ 2 പുള്ളി കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതനുസരിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ പഴയ കല്ലുകളാണ്. അടിപൊളി. ഇതായിരിക്കുന്നതാ, ഇത് 1 ഇത് 2. ഈ അടിപൊളി. നമുക്ക് ഒരു ഷോഷിപ്പുള്ള കുഞ്ഞുങ്ങളായിട്ട് തോന്നുന്നു. ഇത് ഈ കുഞ്ഞൊക്കെ നോക്കി, ഇത് 2. അപ്പം നമ്മൾ നോക്കിയത് 2 കുഞ്ഞുങ്ങളാണ് പുള്ളി കണ്ടത്. പക്ഷേ ഇത് നോക്കി, ഇതിന് ഒരു ആരോഗ്യമില്ല, പക്ഷേ അത് പെട്ടെന്ന് കടിക്കും. ഇത് ആരോഗ്യമുള്ള സാധനം. നോക്കിയതാ, ഇത് ആരോഗ്യമുള്ള നല്ല വെള്ള കളറുള്ള, എനിക്ക് വേണ്ടി 10 ദിവസങ്ങളിലായിക്കാണ് അദ്ദേഹം മുട്ട വിരിഞ്ഞിട്ട്. കണ്ട അടിപൊളി. അദ്ദേഹത്തിന് അതിനകത്ത് ഇടുകയാണ്. 2 പോകുന്നു. അടുത്താണ്. അയ്യോ ഇതാ പാത്രത്തിനകത്ത്. അയ്യോ ഇതാ ഈ 3 4. ഇദ്ദേഹം പാത്രം തട്ടിയപ്പോൾ പാത്രത്തിനകത്തിരുന്നാണ്. നോക്കിയതാ, ഇത് തീരെ ടയേർഡായ സാധനം. നോക്കിയതാ, ഈ വെള്ളത്തേക്കരിക്കുന്ന തീരെ ടയേർഡായ ആൾ. ഇതാ എന്തായാലും നിങ്ങൾ കണ്ടത് നന്നായി. കാരണം നിങ്ങൾ 2 ഉണ്ടല്ലോ. അതാ നോക്കിയേ, ഇപ്പോൾ നമുക്ക് 4. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ മുഴുവനും ഇവിടെ ഈ ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് നോക്കേണ്ടതുണ്ട്. കാരണം ഇത് എവിടെയാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് നമ്മൾ കണ്ടെത്താൻ നമുക്ക്. അവരാ ഹോളൊക്കെ അടച്ചു. എനിക്ക് ഹോളടച്ചെങ്കിലും ഈ കുഞ്ഞുങ്ങൾക്ക് ഇറങ്ങി വരേണ്ടി വേറെ ചെറിയ വഴികളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് നമ്മളൊന്നും കൂടി ഒന്ന് നോക്കണം. ഇവിടെയൊക്കെ ഹോളുണ്ട്. ഇവിടെയൊക്കെ ഇരിക്കാം. ഈ ഹോളിനകത്തൊക്കെ കാണാം. നമ്മളിപ്പോൾ പുറത്ത് കണ്ടത് നമുക്ക് കിട്ടിയാലും വേറെയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. ഇതെന്തായാലും ഇവിടെ സേഫായിട്ടിരിക്കട്ടെ. ഇതൊക്കെ മാറ്റി നോക്കണം. നമ്മൾ നേരത്തെ പ്ലാസ്റ്റിക് പേപ്പർ എടുത്ത സമയത്ത് അതിൻ്റെ അടിയിലുണ്ടായിരുന്നു, ചെറിയ കട്ടി കുറഞ്ഞ പേപ്പറായിരുന്നു. അപ്പോൾ എന്നിട്ട് പോലും നമുക്കവിടെ അതിനെ കിട്ടി.
ചാക്കിൻ്റെ പുറത്തൊക്കെ ചിലപ്പോൾ ഹൈറ്റിൽ വിറവിരിക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ കയറിയിരിക്കാം. ഇതാ അടിപൊളി, ഇതാ വേറൊന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഈ പാമ്പ് കുഞ്ഞുങ്ങൾ വിരിയുന്ന സമയത്ത് അടുത്തുള്ള പറമ്പുകൾ ഒന്നിനെ രണ്ടിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ പറമ്പൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ പരമാവധി ഉള്ളിടത്തോളം ഉള്ള സാധനം നമുക്ക് അവിടെ നിന്ന് പിടിക്കാൻ പറ്റും. പക്ഷേ അത് പറമ്പൊക്കെ വൃത്തിയാകാൻ നോക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അസാധ്യമായ കാര്യമാണ്. അതാ വെളിയിൽ പോകുന്നു, അതാ വെളിയിൽ വരുന്നതാ. എന്തായാലും നമ്മൾ പറഞ്ഞ കണക്കിന് ഒരു 10 ദിവസത്തിൽ കൂടുതൽ പ്രായമുള്ളൊരു അതിഥി കണ്ടോ. അപ്പോൾ 4 1 5 4 നമുക്ക് അപ്പുറത്തുനിന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എന്തായാലും ഇതൊക്കെ നന്നായിട്ട് നോക്കേണ്ടതുണ്ട്. ഉറുമ്പുള്ള സ്ഥലത്ത് പാമ്പിരിക്കില്ലെന്നാണ് നോക്കി. ഉറുമ്പിൻ്റെ കൂട്ടിനകത്താണ് നിൽക്കുന്നത്, നമ്മുടെ ചോനൻ്റെ ഉറുമ്പിൻ്റെ കണ്ടോ. ചെറിയ അത് ഇതിലൊന്നും കടിക്കുന്നില്ല കണ്ടോ. ഇത് കടിച്ചാൽ തന്നെ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും നോക്കിയത് നന്നായി, പുള്ളിക്കാരൻ കണ്ടത് നന്നായി. നോക്കിക്കൊള്ളതാ കണ്ടോ. 4 1 5 1 6 4 നമുക്ക് അപ്പുറത്ത് നിന്ന് കിട്ടി. 2 ഇവിടെ നിന്ന് കിട്ടി. അപ്പം 6 ഇതിനകത്ത് വരാനായിട്ട് സാധ്യത കാണുന്നില്ല. നമ്മൾ മടങ്ങിയിരുന്നാണ്, ഇതിനകത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പതുക്കെ ഈ മുള ഇങ്ങോട്ട് നീക്കി കുറച്ച് മുളയ്ക്കകത്തൊരു കുഴപ്പമുള്ളതെന്ന് പറയാം. മുളയ്ക്കകത്തൊക്കെ ഇല്ല, മുള ഇങ്ങനെ ചാന്നിരിക്കുന്നതുകൊണ്ട് മുളയ്ക്കകത്തൊക്കെ വേണമെങ്കിൽ കയറിയിരിക്കാം. ദാ ഷീറ്റിനകത്ത് 7ാമത്തെ അതിഥി നോക്കി. 7ാമത്തെ അതിഥി ചാക്കിനകത്ത്. അയ്യോ നോക്കി അതിനകത്തുനിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. 7ാമത്തെ അതിഥി. ഇത് 8ാമത്തെ. ഇതിനകത്ത് നമ്മൾ മൂടി വെച്ചില്ലെങ്കിൽ ചിലപ്പം അദ്ദേഹം ഇതിനകത്ത് ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. 7 8ാമത്തെ നോക്കി. എല്ലാം ഏകദേശം 10-12 ദിവസത്തെ പ്രായം. പക്ഷേ ഒരു കുഴപ്പമുള്ളത് ഒരെണ്ണം മാത്രം സൈസ് ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം ഒരുമാതിരി ഉണങ്ങിയിരിക്കുന്നവർ, ശരീരം നല്ല ടയേർഡായിരിക്കുന്നവർ. അപ്പോൾ നമുക്ക് 7 8 അതിഥിയായി. ഇതിൽ 8 പേരെ നമുക്ക് കിട്ടി. നോക്കിയതാ 2 പേര്. നോക്കി, ഒരാൾ പോകുന്നു, ഒരാൾ 8, 1 9, 9 പേരെ കിട്ടിയതാ. ഒരാൾ അതിനകത്തോട്ട് കയറി. ഒരാൾ ഏതോ ഒരു ഗ്ലാസ്സിനിടെ കയറിയിട്ടുണ്ട്. ഏത് ഗ്ലാസ്സാണെന്ന് പിടിയില്ല. 9 ഇവിടെ 9 അടുത്തിലുള്ള വേണ്ട 10 പേരാണ്. ഇതാ 10ാമത്തെ അതിഥി. 10ാമത്തെ അതിഥി നമുക്ക് ഇതിലിട്ടിട്ടുണ്ട്. ഞാൻ ഇനിയും ഉണ്ടാകും. ഇതറിയാലോ നമുക്ക് ഈ ഒരു പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറഞ്ഞിട്ട് വലിയ സൈസുള്ള മൂർഖൻ അതിനാണ് പുള്ളിക്കാരൻ പറയുന്നത്. പിന്നെ ഞാൻ നടന്നൊക്കെ കണ്ടത്. അപ്പോൾ അത് അത്രയ്ക്ക് ഗ്രോത്തുള്ള മൂർഖനാവാം. കാരണം അപ്പോൾ അത്രയ്ക്ക് കുഞ്ഞുങ്ങൾ. ഇവിടെ 2 അതാ നോക്കി. രണ്ട് പേര് ഒരാൾ വെളിയിലോട്ട് വരുന്നുണ്ട്. മറ്റേ ആൾ ഇതിനകത്തൊക്കെ എവിടെയോ വേറെ അവിടെ ഞാൻ ചേർത്ത് വെച്ച് ചിലപ്പോൾ അതിനകത്തിരുന്ന് മരിച്ചു. അതുകൊണ്ട്
അതങ്ങ് വെളിയിൽ പോയി. പക്ഷേ ഇടയ്ക്ക് എനിക്ക് ഇവിടെ ഒരെണ്ണം എൻ്റെ ഈ ഞാൻ പിടിച്ചിരിക്കുന്ന ഏതോ ഒരു ടൈലിൻ്റെ ഇടയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് അടുക്കി വെച്ചാൽ അത് അതിനകത്തിരുന്ന് ചിലപ്പോൾ മരിച്ചു പോകും. അപ്പോൾ ഞാൻ അതിനൊന്ന് നോക്കട്ടെ അതെവിടെയാണെന്ന്. അതാ ഇവിടെ 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 ഉണ്ടോ ഇതാണ്ട. അപ്പോൾ 11ാമത്തെ അതിഥി കണ്ടോ 11. അപ്പോൾ ഇനിയും ഒത്തിരി കാണും. പക്ഷെ എല്ലാം ഇവിടെ തന്നെ കാണുന്ന ഈ പറമ്പിലൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ പറമ്പ് മുഴുവൻ നമുക്കൊന്ന് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഇതിനകത്തില്ല. ഇവിടെ നോക്കൂ, ഒരാൾ വരുന്നു. അവിടെ വരുന്നു, കണ്ടോ അവിടെ വരുന്നു ഒരാൾ. ഇവിടെ തിരിച്ചു കയറിയോ? അയ്യോ ഇവിടെ വരണമുണ്ട്. അതങ്ങോട്ട് വരുന്നുണ്ട്. അതോ 12ാമത്തെ. ഇതാണ്ട് അവിടെ നമ്മൾ കയറിയതാണ്ട്. 13ാമത്തെ അതി കണ്ടോ, നോക്കിയാൽ ഇതിനകത്തിടുന്നു. നോക്കിയോളൂ, 13 പേര്. അപ്പോൾ നമുക്കെന്തായാലും ഇനിയും ബാക്കി കുറച്ച് സ്ഥലങ്ങൾ നോക്കണം. അപ്പോൾ നമുക്കെന്തായാലും അതും കൂടെ നോക്കി മടങ്ങാം. എൻ്റെ അമ്മ ഇഷ്ടം പോലെ ഇതിൽ നിന്ന് ബാക്കി കുഞ്ഞുങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അടുത്ത പറമ്പ് സൂപ്പർ, ഒരു രക്ഷയില്ല. അവർക്ക് വസിക്കാൻ പറ്റിയ സ്ഥലം, നല്ല ചപ്പും ചാറും സൂപ്പർ, ഒരു രക്ഷയില്ല. കരിയിലയും അയ്യോ, ഇവിടെയൊക്കെ വന്നാൽ പിന്നെ ഈ പൈപ്പ് വഴി വെളിയിൽ പോവാം സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വെളിയിൽ പോയാൽ അമ്മോ എന്ത് കരിയില്ല നോക്കി. ഇവിടെയൊക്കെ വന്നാൽ അവർക്ക് സുഖമായിട്ട് ജീവിക്കും, ഒരു ശല്യം ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്താ പറയുക, ഇവിടെ അധികം ജീവിക്കത്തില്ല. ഇവിടെ ഒരുപാട് ഉപ്പനും മൂങ്ങയൊക്കെ ഉള്ള സ്ഥലം. അവൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കഥം പോകുക. അപ്പോൾ നമ്മൾ നമുക്ക് ഇവിടെയൊക്കെ നല്ല സൗകര്യം കണ്ടോ. ഇതിനകത്തൊക്കെ വന്നിരുന്നാൽ ഇവിടെ ഹോളുണ്ട്, ഇവിടെയൊക്കെ ഹോളുണ്ട്. ഇതിനകത്തൊക്കെ ഇരിക്കാം കണ്ടോ, സാധ്യത കൂടുതലാണ്. അടിപൊളി. പിന്നെ ചെറിയൊരു സാധനം കണ്ടോ, ചെറുത്, അത്രയ്ക്ക് മൂർഖം തന്നെ. ഇതാണ്ട് നോക്കി, എനിക്ക് വൈദ്യ നോക്കി, നല്ല എന്തായാലും സെയിം അവരുടെ അതേ വേറെ ഒന്നുമല്ലോ, ആ സെയിം കുഞ്ഞുങ്ങൾ നോക്കി, കളർ നോക്കി, അതിൻ്റെ സെയിം നോക്കി. എന്തായാലും നല്ല മഴ ഉണ്ടായിരുന്നു ഇന്നലെയൊക്കെ, എനിക്ക് നല്ല നനഞ്ഞിട്ടുണ്ട്. ചെറിയ കുഞ്ഞുണ്ടോ, ജനിക്കുമ്പോഴേ 10 കുഞ്ഞുണ്ടോ. അപ്പോൾ നമ്മളെന്തെങ്കിലും 13 പേര് അതിലുണ്ട്. ഇത് നമുക്ക് 14ാമത്തെ ആളാണ്. എല്ലാം നല്ല സൂപ്പർ, നല്ല എന്താ പറയുക, നല്ല ആരോഗ്യത്തോടു കൂടി കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം കുഞ്ഞന്മാർ കണ്ടോ, കുഞ്ഞന്മാർ 14 പേര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ നോക്കിയുള്ളൂ കണ്ടോ, കുഞ്ഞന്മാർ നല്ല കുഞ്ഞന്മാരാണെങ്കിൽ പോലും കടിക്കുന്ന ആളാണ്. പക്ഷേ നമ്മൾ നിങ്ങളാരും ഇത് അനുകരിക്കരുത്. കണ്ടോ, ഇത് നമ്മൾ മീൻ പോലെ അല്ല, നമ്മൾ നത്തോലി മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ചെറിയ കുഞ്ഞന്മാർ കണ്ടോ. 2, 4, 6, 8, 10, 12, 14 പേര് കണ്ടോ, 14 പേര് കണ്ടോ. എല്ലാവരും ഒരാളുടെ തല മാത്രം അടിയിൽ ഒളിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് വേണ്ടി സേഫായിട്ട് മാറ്റി വെച്ചിട്ട് എനിക്ക് നമ്മുടെ ഇവിടെയൊക്കെ നമുക്ക് അറിയില്ല. ഇപ്പോൾ നമ്മൾ ഇതിനെ മുഴുവനും പറമ്പ് വൃത്തിയാക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഈ പറമ്പ് അടുത്ത പറമ്പെല്ലാം ഭയങ്കരമായിട്ട് കാട് കയറി കിടക്കുന്നു കണ്ടോ. ഇത് കണ്ടോ പറമ്പ്, ഇതിങ്ങനെ കണക്റ്റഡ് ആയിട്ട് ഇതിനെയൊക്കെ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ടോ പാറ എടുക്കുക, അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു 100 കണക്കിന്. എനിക്ക് തോന്നുന്നത് ഈ തോട്ടിൻ്റെ സൈഡ് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ അതിഥികൾ കണക്ക്. ഇവിടെ എന്തോ ഒരു അനക്കം കണ്ടപോലെ തോന്നി, പക്ഷേ തേളാണോ എന്നൊന്നും അറിയില്ല. അടിപൊളി. എന്തോ ഒരു അനക്കം ഞാൻ കണ്ടു. ഞാൻ ഒരു തേളായിരിക്കും. തേളായിരിക്കും. തൻ്റെ ഇടയിൽ ഞെരുങ്ങി ഞാൻ ഇടയിൽ എവിടെയോ അമർന്നിരിക്കുന്നുണ്ടോ കണ്ടോ. ചെറിയ അത് സെയിം എന്തായാലും ഒരു രക്ഷയില്ല. എന്തായാലും ഇത് കുഞ്ഞൻ. അപ്പോൾ ഇവിടെയൊക്കെ സാധ്യതയുണ്ട്.
അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഇതൊക്കെ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇങ്ങനെ കൈയിട്ട് മാന്തുന്നത് മറ്റ് അണലി പോലുള്ള ഇപ്പം അതിഥികളുടെ കടി കിട്ടാൻ സാധിക്കും. പക്ഷേ ഇവിടെ അണലിയുടെ സാന്നിധ്യം കുറവാണ്. കാരണം അണലിയുടെ സാന്നിധ്യം അറിയാം. നമുക്ക് ഓരോ ഏരിയയിൽ സഞ്ചരിക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് ഏതൊക്കെ ആൾക്കാരാണ് ഏതൊക്കെ സ്ഥലങ്ങളിലുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയുന്നില്ല. അപ്പോൾ നമ്മൾ ഇനി ഒരുപാട് ഇവിടെയൊക്കെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ 15 അതിഥികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് 18 മേളിൽ കുഞ്ഞുങ്ങളുണ്ടാകും. പക്ഷേ ഇഴഞ്ഞ് പോകാനായിട്ടുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി നോക്കാം. ഇനിയും നമ്മൾ വൃത്തിയാക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ പറമ്പുകളും കാടുകളൊക്കെ വൃത്തിയാക്കേണ്ടി വരും. ഇപ്പുറത്തൂടെ നോക്കാം. ഇത് കണ്ടോ, ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കിവിടെ അടിപൊളി. എന്തായാലും നമുക്കിതാ ഇന്നത്തെ യാത്രയ്ക്ക് നമുക്കൊരു വ്യത്യസ്തമായ അതിഥിയെ കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അപൂർവമായിട്ടാണ് പറയുക, എനിക്ക് വളരെ അപൂർവമായിട്ട് മാത്രമേ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ. ഇതിൻ്റെ നീലഗിരി കീൽ ബാക്ക് സ്നേക്ക് എന്നറിയപ്പെടുന്ന അതിഥിയാണ്. നമുക്കറിയാം പൊന്മുടി, താഴ്വര, നെയ്യാറ് അങ്ങനെ ആ ഒരു മേഖലകളിൽ കണ്ടുവരുന്ന അമ്പൂരി, കാട്ടാക്കട, കോട്ടൂരി ഈ മേഖലയിൽ കണ്ടുവരുന്ന അതിഥിയാണ് ഇദ്ദേഹം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സർവ്വസാധാരണമായി എല്ലായിടത്തും കണ്ടുവരുന്നെന്ന് തോന്നുന്നു. ഇദ്ദേഹത്തിന് ഇപ്പോൾ അപൂർവമായിട്ട് മാത്രമാണ് കിട്ടുക. ഒരിക്കലും നമ്മൾ ഇദ്ദേഹം ഉണ്ടെന്നും പറഞ്ഞല്ല നോക്കി. നമ്മൾ മൂർഖമാമിൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ തേടി പോകുന്നതിനിടയ്ക്ക് ഇദ്ദേഹം സ്പീഡിൽ പെട്ടെന്ന് എഴിഞ്ഞ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് വെനമസ് അല്ല, ഇത് വാട്ടർ സ്നേക്കിൻ്റെ ഫാമിലി, നീർക്കോലിയുടെ ഫാമിലിയാണ്. നീലഗിരി കീൽ ബാക്ക് സ്നേക്ക് എന്നറിയപ്പെടുന്ന പാമ്പാണ്. ഇതാ നോക്കൂ, ഇതിനെ കണ്ടു കഴിഞ്ഞാൽ, പക്ഷേ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു വെനമുള്ള ഹംബിനോസർ പിറ്റോ വൈപ്പിൻ്റെ തല പോലെയൊക്കെ ചില സമയത്ത് ഇദ്ദേഹത്തിൻ്റെ തല വരാറുണ്ട്. നോക്കൂ, ഇതിൻ്റെ കളറുണ്ട്. ഇതാ ഇത് കണ്ടോ, ഇത് നീർക്കോലി ഫാമിലിയാണ്. കണ്ടോ, അത് നമുക്ക് കാണാം. എന്താ നോക്കി, അദ്ദേഹം ഇങ്ങനെ ചുരുണ്ടിരുന്നിട്ട് വയറിങ്ങനെ ബ്രീത്ത് ചെയ്യുമ്പോൾ വയറ് വീർത്ത് വരുമ്പോൾ കണ്ടോ, അതിന് വേറൊരു കളർ, നല്ല ഭംഗിയുള്ള കണ്ടോ. നോക്കി, പേടിച്ചിട്ടാണ് ചുരുണ്ടിരുന്നിട്ട് വയറിങ്ങനെ ബൾജായി കണ്ടോ, വീർത്ത് നമ്മളേക്കും ഫുഡ് അകത്തോട്ട് പോകണം. നോക്കി, നല്ല ഭംഗി, എന്താ അടിപൊളി, സൂപ്പർ. നോക്കി, വയറ് വീർത്ത് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അത് നോക്കി, ആ ചുരുട്ട് പോണ വീട് നോക്കി, തലപ്പൊക്കി ഇതാ പോകുന്ന നോക്കി, അടിപൊളി, അതാ സൂപ്പർ. കടിക്കും, അപൂർവമായിട്ട് മാത്രമേ കടിക്കാറുള്ളൂ. ഇത് പെട്ടെന്ന് കടിക്കുന്ന ഒരു സാധനമല്ല. എന്നാലും കടിച്ചാലും വേറെ അപകടമൊന്നും ഉണ്ടാകുന്നില്ല. വെനമില്ല, നോൺ വെനമസ് ആണ്. കണ്ടോ, അപ്പോൾ നമ്മളെന്തായാലും ഇദ്ദേഹത്തിന് ബോട്ടിലിങ്ങനെ പോട്ടെ. ഇതിന് നല്ല ചീവീടിൻ്റെ സൗണ്ട്. നമ്മൾ അദ്ദേഹത്തിനെ ബോട്ടിലാക്കി. ഇനി നമ്മൾ ഒന്നുകൂടി ഒന്ന് നമുക്ക് ഇവിടെയൊക്കെ നോക്കേണ്ടതുണ്ട്. ഇവിടെ നിന്നാണ് എൻ്റെ ഉത്ഭവം. ഇങ്ങ് വന്നാൽ ഇത് കണ്ടോ, ഇതൊരു ഷെൽട്ടറാണ്. കണ്ടോ, ഇതൊരു വലിയ വഴി കണ്ടോ. ഇതിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഇതുണ്ട്, ഇത് ഇവിടെ വരുന്ന സാധനം നേരെ താപ്പോട്ട് വീഴും. അവിടെ നിന്നാൽ ഇങ്ങോട്ടും വരാം. പക്ഷേ ഇത് നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങൾ അപ്പുറത്തുനിന്ന് കിട്ടിയതുകൊണ്ട് ഒരിക്കലും ഇവിടെ ആവാൻ സാധ്യതയില്ല. ആ മതിലിൻ്റെ ഹോൾ അവർ അടയ്ക്കുന്നതിന് മുന്നിലുള്ള ആ ഹോളിനകത്ത് എവിടെയെങ്കിലും ആയിരിക്കും മുട്ടയിട്ട് കുഞ്ഞു വിരിഞ്ഞത്. അപ്പോൾ പകുതി അപ്പുറത്ത്, മതിലിൻ്റെ അപ്പുറം നോക്കിയാൽ നല്ല ഹോളാണ്. അപ്പോൾ അവിടേക്ക് അപ്പുറത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിന് ആദ്യം കീൽ ബാക്കിനെ ഒരു ബോട്ടിൽ മാറ്റാം. ബോട്ടിൽ ഇങ്ങനെ വരാമോ? കീൽ ബാക്കിന് നമുക്ക് ഈ കുപ്പിയുടെ ആവശ്യമേ ഉള്ളൂ. ഇതാ അദ്ദേഹത്തിനെ ബോട്ടിലാക്കി. ഇനി നമുക്ക് ആളിനെ നമ്മളിതിനെ ഓരോരുത്തരായിട്ട് ഇതാ അതിഥികളെ നമുക്ക് സമാനമായി കിട്ടി. എന്തായാലും വളരെ സന്തോഷം. ഇപ്പോൾ നമുക്ക് ഒരുപാട്
മൂർഖനദിയുടെ മുട്ട വിരിയുന്ന സമയമാണ്, അണലിനദിയുടെ പ്രസവം നടക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കണം, കുട്ടികളെ വളരെ ശ്രദ്ധിക്കണം. പറമ്പിലൊക്കെ പോകുന്ന സമയത്ത് കുട്ടികളെ ഒരു കാരണവശാലും ഒറ്റയ്ക്ക് വിടരുത്. അത് കുട്ടികൾ പറമ്പിൽ പോയി കളിച്ചിട്ട് വരുമ്പോൾ നിങ്ങൾ കുട്ടികളുടെ കാലിൻ്റെ പാദം ഏകദേശം ഒരു 10 ഇഞ്ച് മേളിലോട്ട് പാദം ഒന്ന് പരിശോധിക്കുക. അവിടെ എന്തെങ്കിലും കടിമാർക്കുകളോ അല്ലെങ്കിൽ മുള്ളുകൊണ്ട പാടുകളോ ഉണ്ടെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി രക്തപരിശോധന നടത്തണം. ഒരിക്കലും നിങ്ങൾ പരീക്ഷിക്കരുത്. എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ ഇന്നത്തെ ഈ തണുത്ത അന്തരീക്ഷം നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടൻ്റെ പറമ്പിൽ 2 കുഞ്ഞൻ അതിഥികളെ കണ്ടിട്ടാണ് വിളിച്ചത്. പക്ഷേ നമുക്ക് ഏകദേശം 16 അതിഥികളെ കിട്ടി. എന്തായാലും വളരെ സന്തോഷം. ഇന്നത്തെ നമ്മുടെ യാത്രാവിശേഷങ്ങളിൽ ഈ 16 അതിഥികളെ, ഒരു മലയോര നീർക്കോലിയും 15 മൂർഖൻ കുഞ്ഞതികളെയും പിടികൂടിയ വിശേഷങ്ങളെ സേവ് ചെയ്ത വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 17 പേരുടെ നന്ദി. നമസ്തേ.